السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. നാം എല്ലാവരും ഇന്ന് 12ാമത്തെ നോമ്പിലാണുള്ളത്. മറന്നു പോകാതിരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. 12 നോമ്പുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ എല്ലാവരും ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പഠിച്ചവരാണ്. അത് ഏതെന്ന് കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1, 2 ഷഹാദത്ത്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 നമസ്കാരം നിലനിർത്തുക. 3 സക്കാത്ത് കൊടുക്കുക. 4 റമദാൻ മാസം നോമ്പ് നോക്കുക. 5 ഹജ്ജ് ചെയ്യുക. കഴിയുന്നവർ കഅബത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. നാം എല്ലാവരും പഠിച്ചിട്ടുമുണ്ട്. ഇതിൽ 4 കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതിനെക്കുറിച്ചെല്ലാം നാം മദ്രസയിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നും നമ്മൾ അതിൻ്റെ ഷർത്തും ഫർളും അതിനെക്കുറിച്ചെല്ലാം ഇത്തിരി വിശദീകരിച്ച് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇസ്ലാം കാര്യങ്ങൾ അത് പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടാകേണ്ട, വിശ്വസിക്കേണ്ട, അള്ളാഹുവിൽ, അവൻ്റെ മലക്കുകളിൽ, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ നബിമാരിൽ, അതുപോലെ തന്നെ ആഖിറത്തിൽ, നാളെ പരലോകമുണ്ട്, അതുപോലെ ഖൈറും ഷർറും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്നെല്ലാം വിശ്വസിക്കേണ്ടതാണ്. അത് ഈമാൻ കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ അത് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. നമസ്കരിക്കാറുണ്ട് നമ്മൾ, അതുപോലെ സക്കാത്ത് കൊടുക്കാറുണ്ട്, നോമ്പ് നോക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഷഹാദത്ത് അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേതായിട്ട് എണ്ണിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമ്മളെല്ലാവരും അത് പറയുന്നതാണ്. പല പ്രാവശ്യം ഒരു ദിവസം തന്നെ നമസ്കാരത്തിൽ, ഓരോ നമസ്കാരത്തിലും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അത് എത്തപ്പെടുന്നില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരിലാഹും ഇല്ല തന്നെ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹില്ല. എന്റെ ആരാധനകൾ, എന്റെ നേർച്ചകൾ, എന്റെ ഇബാദത്തുകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ സഹായചേട്ടങ്ങൾ
എന്ന് വേണ്ട, ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാം തന്നെ അതെല്ലാം അർപ്പിക്കേണ്ടവൻ അല്ലാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പലവട്ടം നമ്മൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുപോലെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിങ്കൽ നിന്നുമുള്ള മെസ്സേജുകൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ആളാണ്, അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അങ്ങനെ ഒരാൾ പറയുമ്പോൾ മാത്രമാണ് അവൻ മുസ്ലിം ആകുന്നത്. അവൻ മുസ്ലിം ആകുന്നത് ഈ രണ്ട് സാക്ഷ്യവാക്യങ്ങൾ മനസ്സിൽ ഉണ്ടായാൽ പോരാ, അവൻ പ്രഖ്യാപിക്കണം, നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്ന്, ദൂതനാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സാക്ഷികളാണോ? ഈ പറഞ്ഞ രണ്ട് സാക്ഷി വചനങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണോ? ഇന്ന് മുസ്ലിം സമുദായം ഇതിന് സാക്ഷിയാണോ? ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളുകൾ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ഷഹാദത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ അധികം ആളുകളും അല്ലാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ, സഹായ തേട്ടങ്ങൾ, തവക്കുലുകൾ, നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചിട്ടകൾ, സ്വഭാവ വിശേഷണങ്ങൾ, കർമ്മത്തിൽ വരുന്ന കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടാകേണ്ട പ്രവാചകന്റെ മാതൃകകൾ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളും അവന്റെ ജീവിതത്തിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരം മാതൃകയായി കൊണ്ടുവരുന്നത് മറ്റു പലരെയുമാണ്. ആ നിയമങ്ങളൊന്നും അവന് വകവയ്ക്കാറില്ല, ആ നിയമങ്ങൾ അവന് ഇഷ്ടമല്ല, ആ നിയമങ്ങൾ പലപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി അവൻ മാറ്റിവെക്കുന്നു അവന്റെ ജീവിതത്തിൽ നിന്നും. മുസ്ലിം സമുദായം സാക്ഷിയാണോ? ഞാനും നിങ്ങളും സാക്ഷികളാണോ? ആലോചിച്ചു നോക്കുക. ഈ ഒരു സത്യസാക്ഷ്യം ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ എല്ലാവരും പ്രഥമമായിട്ട് ഇത് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ, ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നത്. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു അയച്ചത് ഈ സത്യസാക്ഷ്യവാക്യം പ്രഥമമായിട്ട് ജനങ്ങളോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി തിന്മകളുള്ള, ഒത്തിരി മോശത്തരങ്ങളുള്ള, മോശപ്പെട്ട സ്വഭാവങ്ങളുള്ള സമൂഹങ്ങളിലേക്കാണ് ഓരോ പ്രവാചകന്മാരും കടന്നു വന്നത്. പക്ഷേ وَمَا أَرْسَلْنَا مِنْ قَبْلِكَ مِنْ رَسُولٍ إِلَّا نُوحِي إِلَيْهِ أَنَّهُ لَا إِلَهَ إِلَّا أَنَا فَاعْبُدُونِ. ഒരു പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, ഒരു പ്രവാചകന്മാരെയും അയച്ചിട്ടില്ല, അല്ലാഹുവല്ലാതെ, ഞാനല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ പ്രഥമമായിട്ട് ഓരോ പ്രവാചകന്മാരും വന്നിട്ട് പറഞ്ഞത്, സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ സഹായം തേടേണ്ടത്, നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത്, നിങ്ങൾ നേർച്ചകൾ അർപ്പിക്കേണ്ടത്, നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്കാണ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് സംവിധാനങ്ങൾ ഒരുക്കി തന്ന, എല്ലാ സംവിധാനങ്ങളും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നൽകിയ പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകന്മാർ വന്നിട്ട് പറഞ്ഞത് ഈ ആശയമാണ്. പക്ഷേ എല്ലാ കാലഘട്ടത്തും പ്രവാചകന്മാരുടെ ജീവിതം അവരുടെ സമുദായങ്ങളിൽ പ്രബോധനം നടത്തുകയും അതിൽപ്പെട്ടൊരു സമുദായം അതിനോടൊപ്പം പ്രവാചകനോടൊപ്പം അത് സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം ആയിത്തീരുകയും ചെയ്തു. അതിനുശേഷം പ്രവാചകന്മാരുടെ കാലശേഷം ഓരോ പ്രവാചകന്മാരുടെ സമുദായവും ഈ ഒരു ആദർശത്തിൽ നിന്നും അവർ ഭിന്നിച്ചു പോയിക്കൊണ്ടിരുന്നു.
ഈ ഒരു ആദർശത്തിൽ നിന്നും പ്രവാചകന്മാരുടെ സമുദായം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇങ്ങനെ അതിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത സമുദായം വന്നു, അടുത്ത പ്രവാചകനെ അയച്ചു. അങ്ങനെ നൂഹ് നബിയെ അയച്ചു. നൂഹ് നബി അയച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. നൂഹ് നബിയും വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഫഖാല യാ ഖൗമി ഇഅ്ബുദു, ഫഖാല യാ ഖൗം, എന്റെ സമുദായമേ, ഇഅ്ബുദു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ നേർച്ചകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന വദ്ദും സുവാഉം യഊക്കും യഗൂസും എന്ന് വേണ്ട സർവബിംബങ്ങളും സർവമഹാന്മാരും അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇലാഹുകളല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയില്ല, പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കുകയില്ല, അതിന് ഉത്തരം ചെയ്യുകയില്ല. നിങ്ങൾക്ക് ഒന്നും തന്നെ നൽകാൻ അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സർവ സൃഷ്ടി സംരക്ഷകനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അവരോട് നൂഹ് നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞു. അതുപോലെ ആദ് സമുദായത്തിലേക്ക് വന്നുകൊണ്ട് ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വഇലാ ആദിൻ അഖാഹും ഹൂദ ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, അല്ലയോ മനുഷ്യരെ, എന്റെ സമുദായമേ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതുപോലെ ഹൂദ് നബിയും സാലിഹ് നബിയും മൂസാ നബിയും ഈസാ നബിയും എല്ലാവരും, എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നുകൊണ്ട് സമുദായത്തോട് ആദ്യമായിട്ട് പ്രബോധനം ചെയ്തത് ഇതാണ്. നിങ്ങളിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ നേർച്ചകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ മഹാന്മാരായ ആളുകളുടെ ഖബറുകൾ, നിങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥനകൾ, അതെല്ലാം തന്നെ തെറ്റാണ്. അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഏകനായ റബ്ബിലേക്ക് മാത്രം നിങ്ങൾ തിരിയണം. നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ആശകൾ നിങ്ങളുടെ റബ്ബിലേക്ക് വിടണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അങ്ങനെ പ്രവാചകന്മാർ വന്നുകൊണ്ട് അവരോട് ഈ പ്രബോധനം ആദ്യമായിട്ട് നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സമുദായവും അതങ്ങ് ഏറ്റെടുത്തില്ല. എല്ലാവരും പ്രവാചകന്മാരെ ആട്ടിയോടിച്ചു. കാരണം അവർക്ക് അന്ന് വരെ പരിചയമുണ്ടായിരുന്ന മതമല്ല, അവരുടെ ബാപ്പമാർ പറഞ്ഞു കൊടുത്ത മതമല്ല അവർ കേട്ടത്. സത്യമതാണെങ്കിലും അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ആട്ടിയോടിച്ചു. അപ്പോൾ ഈ ഒരു പ്രബോധനത്തിനു വേണ്ടി പ്രവാചകന്മാരെ വിട്ടു. ഈ ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥനകൾ എപ്പോഴും എല്ലാ സമുദായവും അല്ലാഹുവല്ലാത്തവരിലേക്കാണ് തിരിച്ചു വിട്ടുകൊണ്ടിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്ന ജനതയുണ്ടായിരുന്നു, മലക്കുകളോട് പ്രാർത്ഥിക്കുന്ന ജനതയുണ്ടായിരുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ജനതയുണ്ടായിരുന്നു. അതുപോലെ മഹാന്മാരായ മഹത്തുക്കളോടും അവരുടെ ബിംബങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആരാധനകൾ അർപ്പിക്കുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന ഒരു സമുദായത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കടന്നു വന്നത്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഈ ആരാധന, നിങ്ങളുടെ പ്രാർത്ഥന, അദ്ദുആഉ ഹുവൽ ഇബാദ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് തന്നെയാണ് ആരാധന. അത് റബ്ബിലേക്ക് മാത്രമേ പാടുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, കുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം സമുദായത്തോട്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ പ്രവാചകന്മാർ വന്നുകൊണ്ട് അവരുടെ സമുദായത്തിലേക്ക് പറഞ്ഞ ഈ മഹത് വാക്യം ഇലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പലപ്പോഴും മുസ്ലിം സമുദായം മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുസ്ലിം സമുദായം മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവരിലേക്ക്, മഹാന്മാരിലേക്ക്, പ്രവാചകന്മാരിലേക്ക്, ഖബറിലേക്ക്, അതുപോലെ കല്ലിലേക്ക്, അതുപോലെ മരങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അതിനോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതാ മുസ്ലിം സമുദായം ഇപ്പോൾ എത്തി നിൽക്കുന്നു. അതിന് സാക്ഷിയാകാൻ അറിയില്ല, ഷഹാദത്ത് കലിമയെ കുറിച്ച് പഠിച്ചിട്ടില്ല. എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുമോ എന്ന് പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇത് പിഴച്ചു പോകുന്നത്?
എങ്ങനെയാണ് നന്നായി കൊണ്ടു നടക്കാൻ പറ്റുന്നത് എന്ന് പഠിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കാൻ മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ല. പലപ്പോഴും മദ്രസകളിൽ നമസ്കാരത്തിന്റെ ഷർത്തിനെ കുറിച്ചും ഫർളിനെ കുറിച്ചുമെല്ലാം പഠിക്കുമ്പോഴും ഷഹാദത്തിന്റെ ഷർത്തിനെ കുറിച്ചും ഫർളിനെ കുറിച്ചും ഒന്നും പഠിക്കാറില്ല. അതെങ്ങനെ ബാത്തിലായി പോകും, അതെങ്ങനെ വ്യർത്ഥയായി പോകും, അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് അല്ലേ? നമസ്കാരം ബാത്തിലാകുന്നതിനെ കുറിച്ച് പഠിക്കാറുണ്ട്, നോമ്പ് ബാത്തിലാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഈ ഷഹാദത്ത് എങ്ങനെ ആയിപ്പോകുമെന്നൊരിക്കലും ഒരു മദ്രസയിലും പഠിപ്പിച്ചു കൊടുക്കാറില്ല, ഒരു പണ്ഡിതന്മാരും പഠിപ്പിച്ചു കൊടുക്കാറില്ല. സത്യത്തിൽ ഇതല്ലേ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് മനുഷ്യന് പറഞ്ഞു കൊടുക്കണ്ടേ? അവന്റെ അടിസ്ഥാനം, ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ ഈ ഷഹാദത്തിൽ നിൽക്കണം. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഉറച്ചു നിൽക്കണം. അപ്പോഴേ ഒരാൾ മുസ്ലിമായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറില്ല. പലപ്പോഴും എന്നിട്ട് റബ്ബിന്റെ കൂടെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ, മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരിലേക്ക് തവക്കുലുകൾ അർപ്പിക്കാൻ, പ്രതീക്ഷ അർപ്പിക്കാൻ, മറ്റുള്ളവരിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ പണ്ഡിതന്മാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രവാചകരെ പറയുക, ഞാൻ എന്റെ റബ്ബിനോടേ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ റബ്ബ് പോരെ നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ തേട്ടങ്ങൾ കേൾക്കാൻ, നമ്മുടെ മനസ്സിന്റെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും അറിയുന്ന റബ്ബ് പോരെ നമുക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന, നമുക്ക് വെള്ളം തന്ന, വായു തന്ന, നമ്മളെ ഈ രീതിയിലാക്കി നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ ദുനിയാവിൽ ഒരുക്കി വെച്ച പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനോട് മാത്രം ചോദിച്ചാൽ പോരെ? ഈ സമുദായത്തോട് മൊത്തം പറയുവാനുള്ളതാണ്. മനുഷ്യകുലത്തോട് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഖുർആൻ വിളിക്കുന്നത് മുസ്ലിമീങ്ങളെ അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെയല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശക്കാരെയല്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കണം റബ്ബക്കുമുല്ലദീ ഖലഖക്കും, അവനെ സൃഷ്ടിച്ച റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ നിങ്ങൾ തഖ്വയുള്ളവരായി തീരും. അപ്പോൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതാരാണ്? അവൻ ആരാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ, അവനാണ് സൃഷ്ടിച്ചത്. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ആ റബ്ബാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്. അതുപോലെ തന്നെ ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന ആ റബ്ബ്. വഅൻസല മിനസ്സമാഇ മാഅ, അതുപോലെ ആകാശത്തു നിന്നും യഥേഷ്ടം വെള്ളം നൽകി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ആ വെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചു തരുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ റബ്ബിനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, ആ റബ്ബിനോടാണ് നിങ്ങൾ ഇസ്തിഗാസ നടത്തേണ്ടത്, സഹായതേട്ടം നടത്തേണ്ടത്, ആ റബ്ബിലേക്കാണ് നിങ്ങൾ തവക്കുലുകൾ അർപ്പിക്കേണ്ടത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, നിങ്ങളല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവന് സമന്മാരെ ഉണ്ടാക്കി തീർക്കല്ലേ എന്ന് ഖുർആൻ നമ്മളോട്, മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. പോരെ, അല്ലാഹു പോരെ, മറ്റാരെങ്കിലും അതിനിടയിൽ വേണോ? വേണ്ട. നമുക്ക് ഏറ്റവും അടുത്തവനായ റബ്ബ് അല്ലേ? റബ്ബിനെ കുറിച്ച് റബ്ബ് പരിചയപ്പെടുത്തുന്നുണ്ട്.
അള്ളാഹു നമ്മോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ. ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ, ആരും നിരാശപ്പെടേണ്ടതില്ല. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, എന്നോടവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ് ഞാനെന്ന് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ. അള്ളാഹു, അതാണ് അള്ളാഹു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, നമ്മോട് ഏറ്റവും അടുത്തവൻ. എവിടെ വരെ? മിൻ ഹബലിൽ വരീദ്, നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. ഇനി അതിനിടയിൽ എന്തെങ്കിലും വേണോ? ആരെങ്കിലും വേണോ? ഇനി അതിനിടയിൽ ആരെങ്കിലും വേണോ? പറ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹുവിന് അവന്റെ അടിമക്ക് അള്ളാഹു പോരെ? ഇത്രയ്ക്ക് അടുത്ത, നമ്മളെ കുറിച്ച് അറിയുന്ന, നമ്മുടെ ബാപ്പയെ കുറിച്ചറിഞ്ഞ, നമ്മുടെ കുടുംബത്തെ കുറിച്ചറിയുന്ന, നമ്മുടെ നോട്ടങ്ങൾ അറിയുന്ന, നമ്മുടെ തേട്ടങ്ങൾ അറിയുന്ന, നമ്മുടെ ചിന്തകൾ അറിയുന്ന റബ്ബ് പോരെ? റബ്ബിലേക്ക് തിരിഞ്ഞാൽ പോരെ? റബ്ബിലേക്ക് തവക്കുൽ ചെയ്താൽ പോരെ? റബ്ബിലേക്ക് ആത്മാർത്ഥമായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ പോരെ? റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ? റബ്ബിലേക്ക് നമ്മുടെ ആവശ്യങ്ങളും വേവലാദികളും ആ റബ്ബിനോട് പറഞ്ഞാൽ പോരെ? അവിടെ ഒരു ഷെയ്ഖിന്റെ ആവശ്യമുണ്ടോ? അവിടെ ഒരു ഉസ്താദിന്റെ ആവശ്യമുണ്ടോ? അവിടെ ഒരു തങ്ങളുടെ ആവശ്യമുണ്ടോ? അവിടെ ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആരെയും അതിന്റെ ഇടയിൽ നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാം നേർക്ക് നേരെ പറഞ്ഞാൽ മതി. ഏറ്റവും അടുത്തവനായ, എല്ലാ ഭാഷയും അറിയാവുന്ന, എല്ലാ അറിവിനും ഉടമസ്ഥനായ, അലീമായ, സമീആയ, ബസീറായ, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, പരിധിയില്ലാത്ത അറിവിന്റെയും പരിധിയില്ലാത്ത കാഴ്ചയുടെയും കേൾവിയുടെയും ഉടമസ്ഥനായ ആ റബ്ബ് പോരെ? ആ റബ്ബിലേക്ക് തിരിഞ്ഞാൽ പോരെ? മറ്റാരെങ്കിലേക്കും നമ്മുടെ പ്രതീക്ഷകൾ വെക്കണോ? ആ പ്രതീക്ഷകൾ വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അവരാരും തന്നെ ഒന്നും നടത്തിത്തരാൻ പോന്നവരല്ല. അവരെല്ലാവരും തന്നെ കഴിവുകെട്ടവരാണ്. അവരുടെ കഴിവുകൾ നശിച്ചു പോകുന്നതാണ്. പക്ഷെ അള്ളാഹുവിന്റെ കഴിവുകൾ ഒരിക്കലും നശിയുന്നതല്ല. അള്ളാഹുവിന്റെ കഴിവുകൾ പൂർണ്ണമാണ്. അല്ലാത്ത സൃഷ്ടികളുടെ കഴിവുകൾ അപൂർണമാണ്. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകുന്ന കഴിവുകളെ ഉള്ളൂ. നമ്മുടെ വിളിക്കുത്തരം ചെയ്യാൻ കഴിയില്ല അവർക്ക്. മരിച്ചുപോയ മഹാന്മാർക്ക് ആർക്കും തന്നെ കഴിയില്ല. എവിടെ വരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അത്രയ്ക്കും അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ തേട്ടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ രോഗങ്ങൾ അറിയാൻ കഴിയില്ല. പിന്നെ ആർക്കാ അറിയാൻ കഴിയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയില്ലെങ്കിൽ ഒരു ഷെയ്ഖിനും കഴിയില്ല, ഒരു ബീവിക്കും കഴിയില്ല, ഒരു തങ്ങൾക്കും കഴിയില്ല, ഒരു മക്ബറയിലുമുള്ള ഒരാൾക്കും കഴിയില്ല, ഒരു മരത്തിനും കഴിയില്ല, ഒരു കല്ലിനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ആർക്കും കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ നമ്മുടെ വേവലാദികളും വിഷമങ്ങളും അറിയാൻ കഴിയുകയുള്ളൂ. ആ വിഷമങ്ങളും വേവലാദികളും അറിയുന്ന റബ്ബിലേക്ക്, നമ്മുടെ രോഗം മാറ്റാൻ റബ്ബിന് മാത്രമേ കഴിയൂ. നമുക്ക് സന്താനങ്ങളെ തരാൻ റബ്ബിന് മാത്രമേ കഴിയൂ. നമുക്ക് ഭക്ഷണം തരാൻ റബ്ബിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക്, യാ അയ്യുഹന്നാസ് ഉബ്ദൂ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിലേക്ക് തിരിയണം, അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തണം. അല്ലെ? അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ കാണിച്ചു തന്ന പാത. അങ്ങനെയായിരുന്നു സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത്. പ്രവാചകൻ വന്നിട്ട് പ്രവാചകൻ എപ്പോഴെങ്കിലും അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള കഴിഞ്ഞുപോയ ഒത്തിരി പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉൾപ്പെട്ട, നൂഹ് നബി അലൈഹിസ്സലാം ഉൾപ്പെട്ട, ആദം നബി അലൈഹിസ്സലാം ഉൾപ്പെട്ട പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട 4 പ്രവാചകന്മാർ, ഈസാ നബിയും മൂസാ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും, അവരെല്ലാം പ്രവാചകന് മുൻപ് കഴിഞ്ഞു പോയതാണ്. പ്രവാചകൻ എപ്പോഴെങ്കിലും അവരോട് ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? അവരെ ഇടയിൽ നിർത്തിക്കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ആരോടാണ്? റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ എന്നോട് കാരുണ്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരായി പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബിനോട്. റബ്ബന, അല്ലാഹുമ്മ. പ്രാർത്ഥനകളെല്ലാം നമുക്ക് വായിച്ചെടുക്കാം.
പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമുക്ക് വായിച്ചെടുക്കാം. റബ്ബിനോടാണ്. ഇസ്തസ്തഗീസൂന റബ്ബക്കും, ഇസ്തിഗാസ നടത്തിയത് ആരോടാ? ഇത് തസ്തഗീസൂന റബ്ബക്കും. ബദറിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്തിഗാസയെ കുറിച്ചുള്ള തർക്കമാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ആരോടാണ് ഇസ്തിഗാസ? ഇന്നെന്തായാലും അതിന് അല്ലാഹു അല്ലാത്തവരോട് എങ്ങനെ നടത്താം എന്നുള്ള തർക്കമാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഇന്നെന്തായാലും അതിന് സമയമില്ല. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദറിൽ വെച്ച് താങ്കളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അപ്പൊ ഇസ്തിഗാസ നടത്തേണ്ടത് റബ്ബിനോടാണ്, ഇസ്തിഗാസ നടത്തേണ്ടത് അള്ളാഹുവിനോടാണ്. അവിടെ തർക്കമില്ലാത്ത വിഷയമാണ്. മറ്റാരോടുമില്ല, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടുമില്ല. അവരൊന്നും തന്നെ കഴിവുള്ളവരല്ല. അവരെല്ലാവരും കഴിവുകൾ ഇല്ലാതെയായി പോകുന്നവരാണ്. അതുപോലെ തന്നെ എല്ലാ കഴിവുകൾക്കും ഉടമസ്ഥനായ അല്ലേ, നമ്മൾ ആയത്തുൽ കുർസിയിൽ പഠിക്കുന്നുണ്ട്, ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനൊരു മയക്കമോ തൂങ്ങി ഉറക്കമോ അവനുണ്ടാവുകയില്ല. അള്ളാഹു എപ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്ന എല്ലാ കഴിവിനും ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബിലേക്ക് മാത്രമായിരിക്കണം തേട്ടം. ഇല്ലെങ്കിലോ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അതിന് ഓപ്പോസിറ്റ് ശിർക്കാണ്. തൗഹീദിന്റെ ഓപ്പോസിറ്റ് ശിർക്കാണ്. ഈ റബ്ബല്ലാത്തവരിലേക്ക് നമ്മുടെ തേട്ടങ്ങൾ പോകുമ്പോൾ, നമ്മുടെ സഹായ തേട്ടങ്ങൾ പോകുമ്പോൾ, നമ്മുടെ തവക്കുലുകൾ പോകുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ പോകുമ്പോൾ, നമ്മുടെ നേർച്ചകൾ പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തത്ര വൻ പാപം ചെയ്തുകൊണ്ട് നരകത്തിലേക്കാണ് പോകുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്താൽ, തേടിയാൽ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ, അതുപോലെ പ്രാർത്ഥിച്ചാൽ, നേർച്ചകൾ അർപ്പിച്ചാൽ അത് ശിർക്കായി മാറും. അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അവനോട് ശിർക്ക് ചെയ്യുന്നത്. വയഗ്ഫിറു മാ ദൂന ദാലിക്, അല്ലാത്തതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്ക് ഒരിക്കലും പൊറുക്കൂല. അതുകൊണ്ട് കരുതിയിരിക്കുക. നമ്മുടെ ഈ ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അല്ലെ? നമ്മൾ എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്ന, റബ്ബിനെ മനസ്സിലാക്കുന്ന, റബ്ബിന്റെ കഴിവുകൾ അറിയുന്ന ആ ഒരു സമുദായമായിട്ട് നമ്മൾ മാറണം. നമ്മൾ ഈ ഷഹാദത്ത് അങ്ങ് മനസ്സിലാക്കണം. ഖുർആനിലൂടെ, പ്രവാചക ചര്യകളിലൂടെ നമ്മൾ ഷഹാദത്ത് എന്തെന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെയാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് പഠിക്കണം. എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നമ്മൾ പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. അതിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോകുമോ, നഷ്ടപ്പെടുമോ, എങ്ങനെയായിരിക്കും അത് വരുന്നത് പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. വെറുതെ പറഞ്ഞങ്ങ് പോയാ പോരാ, നമ്മൾ സാക്ഷികളായിരിക്കണം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലെ? എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അത്തഹിയാത്തിൽ പറഞ്ഞ് ഞാനിതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൈയെല്ലാം വിരലെല്ലാം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അവൻ സലാം വീട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അവന്റെ കാലൊന്ന് തെറ്റി വീഴുമ്പോൾ യാ ശൈഖ് മുഹിയുദ്ദീൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അവന്റെ ഷഹാദത്തിന് എന്ത് വിലയാണുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, പഠിക്കണമെന്ന്. അവന്റെ ഷഹാദത്ത് അവിടെ പൊളിഞ്ഞുപോയി. ഒന്ന് തെറ്റി വീഴുമ്പോൾ ഇല്ല, മുഹീദ്ദീൻ ശൈഖിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല, നമ്മുടെ വിളി കേൾക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുഹീദ്ദീൻ ശൈഖിന് അങ്ങനെ ഒരു വിളി കേൾക്കാൻ കഴിയണമെങ്കിൽ എത്ര കഴിവുകൾ ഉണ്ടാകണം, പരിധിയില്ലാത്ത കേൾവി ഉണ്ടാകണം. എവിടെ നിന്നോ വിളിക്കുന്ന, എവിടെയാണ് മുഹീദ്ദീൻ ശൈഖ് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയത്? ബഗ്ദാദിലാണ്. മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാ, അദ്ദേഹം വളരെ വലിയ പണ്ഡിതനായിരുന്നു, നല്ലൊരു ആബിദായിരുന്നു, അതിലാർക്കും തർക്കമില്ല. പക്ഷേ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ബഗ്ദാദിലാണ്. അറബി മാത്രം അറിയാവുന്ന ആൾ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ചുപോയിട്ട് ഇവിടെ നിന്നും മലയാളിയായിട്ട് ഒരാൾ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ തെറ്റി വീഴുമ്പോൾ വിളിച്ചാൽ കേൾക്കണമെങ്കിൽ പരിധിയില്ലാത്ത അറിവുണ്ടാകണം. ഏത് ഭാഷയിൽ വിളിച്ചാലും അറിയുന്ന ആളായിരിക്കണം. പരിധിയില്ലാത്ത കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ഉണ്ടാകണം.
ഇങ്ങനെയുണ്ട് എന്ന് ഒരാൾ ആ രീതിയിലാണ് വിളിക്കുന്നതെങ്കിൽ ആ രീതിയിലല്ല, അല്ലാതെ വിളിച്ചാലും ഇത് വിളിക്കുന്ന ആൾക്ക് എന്റെ ഈ വിളി കേട്ടുകൊണ്ട് അദ്ദേഹം സഹായിക്കുമെന്നാണല്ലോ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം അതോടുകൂടി തന്നെ അവന്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതങ്ങണ്ട് പൊളിഞ്ഞുപോയി. അവൻ പച്ച ശിർക്കാണത്. ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കാം. ഇൻഷാ അല്ലാ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന് സാക്ഷിയായിക്കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നാം ഏവർക്കും പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് യഥാവിധി ഷഹാദത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി നമ്മയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും കൂട്ടുകാരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.